മാറാടി ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിൽ ജനങ്ങളുടെ നേതൃത്വത്തിൽ കള്ളുഷാപ്പിനെതിരെ നടത്തുന്ന സമരം തുടരുന്നു. പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെ ഇടപെട്ട് ഷാപ്പുടമയുമായും ജനങ്ങളുമായും നടത്തിയ ചർച്ചകളൊന്നും ഫലവത്തായില്ല. ഇന്ന് കള്ള അളക്കുവാൻ ഉടമ എത്തുമെന്ന വിവരത്തെ തുടർന്ന് സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് പ്രദേശത്ത് തടിച്ചുകൂടിയത്. മാറാടി ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിൽ ജനവാസ മേഖലയിൽ തുടങ്ങാനിരിക്കുന്ന കള്ളുഷാപ്പിനെതിരെ പ്രദേശവാസികൾ നടത്തുന്ന സമരം തുടരുകയാണ്. ഇന്ന് കള്ളുഷാപ്പ് ഉടമ കള്ളളക്കാൻ ഷാപ്പിലെത്തുമെന്ന അറിവിനെ തുടർന്ന് പ്രദേശത്ത് സ്ത്രീകളടക്കമുള്ളവർ ഒത്തുചേർന്ന് പ്രതിഷേധിച്ചു. ആളുകൾ പ്രതിഷേധ ബോർഡുകളും പിടിച്ചാണ് ഷാപ്പിന് മുന്നിൽ നിന്ന് പ്രതിഷേധിച്ചത്. മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തി ജനങ്ങളുമായി സംസാരിച്ചു. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഷാപ്പുടമ എത്തുമെന്ന് അറിയിച്ചിരുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. യാതൊരു കാരണവശാലും ജനവാസ മേഖലയിൽ കള്ളുഷാപ്പ് തുടങ്ങാൻ അനുവദിക്കില്ല എന്ന ഉറച്ച തീരുമാനമാണ് പഞ്ചായത്തിനുള്ളത്. നമുക്കറിയാം, ആ ഷാപ്പ് വരുന്നതുകൊണ്ടുള്ള ദൂഷ്യഫലങ്ങൾ ഇത്രയ്ക്ക് ജനനിബിഡമായ ഇത്രയും ചേർന്ന് വീടുകളുള്ള ഈ ഭാഗത്ത് കൊണ്ടുവന്നൊരു ഷാപ്പ് വയ്ക്കുമ്പോൾ ഇവിടെ വളരുന്ന കുട്ടികളും അവരുടെ വരും തലമുറയ്ക്കും എല്ലാം എത്രമാത്രം ഭവിഷ്യത്താണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളത് ഇവിടെ പാടില്ല, അനുയോജ്യമായ മറ്റൊരു സ്ഥലത്തേക്ക് ഇത് മാറ്റിക്കൊണ്ട് പോകാൻ അവരോട് വളരെ കാര്യമായി പറഞ്ഞിട്ടും വീണ്ടും ഒരു ഹൈക്കോടതി ഓർഡർ മേടിച്ചു എന്ന് പറഞ്ഞാണ് ഇന്ന് വന്നത്. പക്ഷെ നമ്മൾ ഹൈക്കോടതിയിലും പഞ്ചായത്ത് സഹിതം ഇതിൽ നിന്ന് ഹൈക്കോടതിയിൽ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നുള്ളൊരു വിധി പൂർണ്ണമായൊരു വിധി കിട്ടാതെ അവർ വീണ്ടും ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഒരു 3-4 പ്രാവശ്യം അവർ ഷാപ്പ് ഇവിടെ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് വന്നു. പക്ഷേ അത് സാധ്യമല്ല. ഹൈക്കോടതിയുടെ തീരുമാനവും നമുക്ക് കിട്ടുന്ന തീരുമാനം എല്ലാം അറിഞ്ഞ് ചർച്ച ചെയ്ത് മാത്രം അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ. പക്ഷേ പോലീസ് വന്നെങ്കിലും അത് ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞു വിട്ടു. കാരണം അവർക്കത് സാധ്യമല്ല. കാരണം ഈ ജനങ്ങളുടെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളും കാണാതെ സർക്കാരിന് ഇതൊരു കാര്യം തീരുമാനം എടുക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് ഹൈക്കോടതി ആണെങ്കിലും ഇത് അനുവദിച്ചാൽ നമ്മളത് അനുസരിക്കേണ്ടി വരും. പക്ഷേ ഹൈക്കോടതി ഇതൊന്നുകൂടി വിലയിരുത്തിക്കൊണ്ട് വേണം ഒരു വിധി കൊടുക്കുവാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ സമയത്ത്. ഗ്രാമപഞ്ചായത്ത് അധികൃതരും പ്രദേശവാസികളും ഷാപ്പുടമയുമായി മുൻപ് ദീർഘനേര ചർച്ച നടത്തിയിരുന്നെങ്കിലും അതൊന്നും ഫലവത്തായില്ലെന്ന് കാണിക്കുന്ന സംഭവമാണ് ഇന്നുണ്ടായിട്ടുള്ളത്. മണ്ണെണ്ണ ഉൾപ്പെടെ കയ്യിൽ കരുതിയാണ് സ്ത്രീകളടക്കമുള്ളവർ ഷാപ്പിന് മുന്നിൽ പ്രതിഷേധിച്ചത്. ഇതുപോലുള്ള ജനത്തിന് വിരുദ്ധമായ രീതിയിൽ ഒരു ഷാപ്പ് തുടങ്ങാനുള്ള ഒരു മുന്നേറ്റത്തെ ജനകീയ പ്രതിഷേധത്തോടു കൂടി തന്നെ തടയാനുള്ള തീരുമാനം തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പഞ്ചായത്തിൽ തന്നെയായാലും ഭരണപ്രതിപക്ഷ ഭേദമില്ലാതെ ഈ ഷാപ്പ് വരുന്നതിനെതിരെ ഇത്രയും ജനനിബിഡമായ ഒരു പ്രദേശത്ത് ഷാപ്പ് വരുന്നതിനെതിരെയും അതോടൊപ്പം തന്നെ ഒരു ആരാധനാലയം തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഉള്ള അവസ്ഥാവിശേഷമുണ്ട്. ഈ അവസരത്തിൽ അതിനെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് നിയമത്തിൻ്റെ വശം മാത്രം നോക്കിക്കൊണ്ട് ഒരു ഷാപ്പ് നടത്താനുള്ള ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നവരെ ഈ ജനകീയ സമ്മതത്തോടൊപ്പം ഉണ്ടാകുമെന്നുള്ള ഉറപ്പ്, ജനപ്രതിനിധിയുള്ള രീതിയിലുള്ള ഉറപ്പും ഈ അവസരത്തിൽ നൽകുന്നു. ഷാപ്പ് ജനവാസ മേഖലയിൽ തുറന്നു പ്രവർത്തിക്കാൻ അനുവാദം നൽകിയാൽ വലിയ പ്രതിഷേധത്തിനിടയാകുമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. മന്ത്രിയുടെ അടുത്തുവരെ നമ്മളിതിൻ്റെ നിർദ്ദേശവുമായി ഓരോ സമയങ്ങളിലും സമയാസമയം എത്തിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ ഷാപ്പ് കൂടെ വന്നാൽ ഈ പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടവും അതുപോലെ തന്നെ ഇന്ന് ഷാപ്പുകളിൽ കള്ളു കുടിക്കാൻ വരുന്നത് സാധാരണ ജനങ്ങളല്ല, അന്യ സംസ്ഥാന തൊഴിലാളികൾ ഭായിമാരും മറ്റ് സംസ്ഥാന തൊഴിലാളികളും ഇവിടെ വന്ന് അടിഞ്ഞാടും എന്നുള്ളതുകൊണ്ടും ഈ പ്രദേശത്ത് ക്രമസമാധാന നില പുനഃസ്ഥാപിക്കേണ്ട ആവശ്യകത വാർഡ് മെമ്പർ എന്നുള്ള നിലയിലും പഞ്ചായത്ത് ഭരണസമിതി എന്നുള്ളതും നമ്മുടെ പാർട്ടിയുടെ എല്ലാവരുടെയും ഒറ്റക്കെട്ട തീരുമാനമാണ്. ഇതിനെതിരെ ഒറ്റക്കെട്ടായി നമ്മുടെ ഭരണസമിതിയും എല്ലാ വ്യക്തികളും നാട്ടുകാരോടൊപ്പം ഞാനും ഉണ്ടാവും എന്ന് പ്രഖ്യാപിക്കുകയാണ്. ജനങ്ങളുടെ കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് ഉടമയോ ജീവനക്കാരോ ഇന്ന് കള്ളുഷാപ്പിലെത്തിയില്ല. ഇന്ന് ഇവിടെ ഷാപ്പ് ഉടമസ്ഥൻ ഇവിടെ പോലീസിനെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് കോടതിയിൽ നിന്ന് ഒരു ഓർഡർ ഉണ്ട് എന്നുള്ള രീതിയിലാണ്. ആ കോടതിയിലെ ഓർഡർ ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ കൂടി നമ്മുടെ ഇവിടുത്തെ പരാതിക്കാരുടെ അവകാശങ്ങൾ കൂടി വ്യക്തമായിട്ട് ഈ കോർട്ട് ഓർഡറിൽ പറഞ്ഞിട്ടുണ്ട്. ബന്ധപ്പെട്ട അധികാരികളുടെ മുമ്പിൽ പരാതി കൊടുക്കുകയും
തീരുമാനമെടുക്കാനുള്ള അവസരം കൊടുക്കുകയും വേണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇതിൽ വളരെ വ്യക്തമായിട്ട് സുവ്യക്തമായിട്ട് ഇവിടെ ഈ ഓർഡറിൽ പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ എക്സൈസ് കമ്മീഷണർ, മന്ത്രി, അതുപോലെ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയുടെ തീരുമാനം വരെ ഇവിടെ തുടങ്ങരുത് എന്നുള്ളതാണ് ഇവിടുത്തെ ജനകീയ ആവശ്യം. കുക്കിംഗ് ആരുടേതാണെങ്കിലും ഹൈസ ഉണ്ടെങ്കിൽ രുചിയുടെ മേളാങ്കമല്ലേ? എന്താലേ ഹൈസയുടെ ഒരു രുചി. ഇനി എല്ലാ ഫംഗ്ഷനും ഇവൻ തന്നെ താരം. Haiza Curry Powder, the taste of royalty.